Hello friends, Assalamu alaikum. Welcome back our channel, My Tricks and Tips. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. കാരണം ഭയങ്കര പഞ്ഞി പോലെയുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ ഇതിന് പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് വെറും 5 മിനിറ്റ് മാത്രം മതി. അതായത് നമ്മളൊരു ചായ ഒക്കെ ഉണ്ടാക്കാൻ വെള്ളം തിളയ്ക്കാൻ വെക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രിപ്പറേഷന് ആ കൂട്ടത്തിൽ അങ്ങ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ചായയും കടിയും എല്ലാം ഒരേ ടൈമിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പഴം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത്രയും കറുത്ത പഴം എന്തിനാണ് എടുത്തതെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇങ്ങനെ പഴത്തിന്റെ തൊലി കറുത്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും കഴിക്കില്ല അല്ലേ. പൊതുവെ ആർക്കും കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല ഇങ്ങനെ തൊലി കറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തൊലി കറുത്ത പഴം തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പഴം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്തിട്ടുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം മതി. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. പിന്നെ 1/4 കപ്പ് അരിപ്പൊടി, 3/4 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് പഞ്ചസാര, 2-3 ഏലക്കായ, 1 ടീസ്പൂണിൽ നല്ല ജീരകം. ഇത്രയാണ് വേണ്ടത്. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ഒരു പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഐറ്റംസും ഇതിലോട്ട് തന്നെ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവ് കറക്റ്റ് ആണ്. മധുരമൊക്കെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നല്ല ജീരകവും, പിന്നെ ഏലക്കായ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് അതിന്റെ കുരു മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1/4 കപ്പ് വെള്ളമാണ്. നോർമൽ വാട്ടർ മതി. അപ്പൊ അതും അടിഭാഗത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് സൗകര്യം. പിന്നെ വെള്ളം നിങ്ങൾ ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആട്ടപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ടാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മിക്സിയിൽ ഇട്ടിട്ട് ഒരുപാട് സമയം കറക്കരുത്. ഒരു 4-5 സെക്കൻഡ് മാത്രമേ മിക്സിയിൽ കറക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അടിഭാഗത്ത് തന്നെ പഴമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ അടിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ പഴവും മുട്ടയും കൂടി പഞ്ചസാരയും ചേർത്ത് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം മാവ് ചേർത്തിട്ട് വെള്ളം ചേർത്ത് അങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പൊ ഞാനിതെല്ലാം ഒറ്റ അടിക്കാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. കരിഞ്ജീരകോ എള്ളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു 1-2 ടേബിൾ സ്പൂണിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടില്ല, വെറും കരിഞ്ജീരകം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു പരുവത്തിന് ടൈറ്റ് ആയിട്ട് തന്നെയായിരിക്കണം ഈ ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കൊരു കറക്റ്റ് ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ല പോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരിക്കലും നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് കളറ് മാറിപ്പോവും, ഉള്ളു വേവുകയില്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ മാവ് കുറച്ച് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ചെറിയൊരു ഷേപ്പെങ്കിലും കിട്ടണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കവറിലോ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗിലോ ഒക്കെ ആക്കിയിട്ട് ഏതെങ്കിലും ഷേപ്പിലൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ സ്പൂണിൽ തന്നെ ഇതുപോലെ കോരി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലോട്ട് ആണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സ്നാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും നല്ല ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.